നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ക്യാപ്റ്റൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്. മലയാളിയുടെ പ്രിയപ്പെട്ട പവനായിയുടെ കഥ ഈ എപ്പിസോഡിലും തുടർന്ന് കേൾക്കാം. പട്ടാളത്തിന് ശേഷമുള്ളൊരു ജീവിതം. രാജു ചായ, എനിക്ക് ചോദ്യമുണ്ട്. 1978 മുതൽ നമ്മൾ ബോംബെ ജീവിതം തുടങ്ങിയതാണ്. ഈശ്വരൻ എന്ന നാടകത്തിൽ ചെകുത്താനും ഈശ്വരനായിട്ട്. അതിനുശേഷം നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ പോയി തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയതിലും മദ്രാസിലും പിന്നെ തിരുവനന്തപുരത്തും പിന്നെ കൊച്ചിയിലും നിങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടി? വാട്ട് യു ഗെയിൻ ഫ്രം ഓൾ ദിസ്? താങ്കളുടെ മുംബൈ സുഹൃത്താണ്, ഉത്തമ സുഹൃത്താണ്. അദ്ദേഹം മുംബൈ തന്നെയാണ് ഇപ്പോൾ. അന്നും ഇന്നും ബോംബെയിലാണ്. അവിടുത്തെ ഏറ്റവും ലീഡിങ് സ്റ്റേജ് ആക്ടറാണ് അദ്ദേഹം. ബാലാജി എന്ന പേര്. തൃപ്പൂണിത്തുറക്കാരനാണ്, നല്ല ശുദ്ധ ബ്രാഹ്മണനാണ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ഞങ്ങൾ ആ ചെറുപ്പകാലത്ത് തന്നെ പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെ ഈശ്വരൻ അറസ്റ്റിൽ നിന്നുള്ള നാടകത്തിൽ കൂടെ ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് കയറുന്നത്. അന്ന് അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ വേണു ഇപ്പോൾ എറണാകുളത്തുണ്ട്. വേണുവേട്ടൻ ഞങ്ങൾ വിളിക്കുന്നത്. നല്ല മിടുക്കൻ, നല്ല കലാകാരനാണ്. അദ്ദേഹം ആ സംവിധാനം ചെയ്യുന്നത്. പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെ എല്ലാം തൂണും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും തുടങ്ങി. ഈ നാടകത്തിലെ ഈശ്വരൻ ഈ ബാലാജിയാണ്, ചെകുത്താൻ ഞാനാണ്. പക്ഷെ ഒരു കാര്യം, മരിച്ചു വരുന്ന ആത്മാക്കളെല്ലാം ആരുടെ അടുത്തേക്ക് ആദ്യം വരുന്നത്? അവർ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇരിക്കുന്നത്. ഈശ്വരനാണേലും വന്നു കയറുന്ന ആത്മാക്കളുടെ വിചാരം ഞാനാ ഈശ്വരൻ എന്നാണ്. ഓ, അങ്ങനെ തെറ്റായി പോകും. അപ്പോൾ അവരുടെ ഫീലിൽ കണ്ടാൽ വേറൊരു ലുക്കല്ലേ എനിക്ക്. അദ്ദേഹത്തിന് മോശമല്ലാത്ത യഥാർത്ഥ ഈശ്വരൻ ചെകുത്താനാകുകയും ചെകുത്താൻ ഈശ്വരനാവുകയും ചെയ്തു. അങ്ങനെയാവും. വന്നു കയറുന്ന മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ആത്മാക്കളുടെ NN പിള്ളച്ചേട്ടൻ്റെ ഉണ്ടാക്കിയെടുത്ത നാടകമാണ്. ഭയങ്കര രസമാണ് നാടകം. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇത്രയും കാലം എന്ത് കിട്ടി? എനിക്ക് നല്ല സുഹൃത്ത് ബന്ധം കിട്ടി. ഒരിക്കലും നശിക്കാത്ത, പൊടിഞ്ഞു പോവാത്ത ഒരേ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളാണ്. ആണോ? തീർച്ചയായും. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും ബ്രിട്ടാസെ. നല്ല ബന്ധങ്ങൾ വാങ്ങിക്കാനൊക്കെയല്ല. സുഹൃത്തുക്കൾ പതിറ്റാണ്ടുകളായി നിങ്ങൾ ആ സൗഹൃദം നടത്തുന്നു. ഇപ്പം നിങ്ങൾ വീണ്ടും മുംബൈയിൽ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എന്താ ചെയ്യാമെന്നോ? സത്യം പറയട്ടെ, സത്യമേ പറയാവുള്ളൂ. സത്യമേ പറയുള്ളൂ. വല്ലപ്പോഴും ഇവരൊക്കെ ക്ലബ്ബുണ്ട്, മാത്യൂസ് ക്ലബ് മെമ്പറൊക്കെയാണ്. ഞങ്ങളെല്ലാം കൂടെ ക്ലബ്ബിൽ പോകും. ഒരു പെഗ് ഒഴിച്ച് തന്നിട്ട് നല്ല ഫിഷ് ഫിംഗറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ട് നന്ന ഫ്രൈ എല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ബ്രാൻഡി ആണെങ്കിൽ നല്ല ബ്രാൻഡേ ഞാൻ കഴിക്കുകയുള്ളൂ. അത് ഞങ്ങളുടെ പട്ടാളക്കാരനല്ല, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയില്ല. പക്ഷേ ഒരു പെഗ് അങ്ങേയറ്റ ഹിസ്റ്ററി ഇത്രയും നാളെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങേയറ്റ സെക്കൻഡ് പെഗ് വരെ കുടിച്ചിട്ടുണ്ടാവാം. ആ കൂട്ടായ്മയ്ക്ക് എന്തായാലും ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സാധനത്തിന് എന്തോ മഹത്വമുണ്ട്. ഒരു ലെവലൈസർ എല്ലാം കൊണ്ട് ഒരു ഈ വലിയ ശരീരത്തിലേക്ക് ആകെ ഒരു 2 പെഗ് എന്ന് കഴിഞ്ഞാൽ വല്ലതും ആവും. അത് തന്നെ കൂടുതലാണ്. ആണോ? ശരീരത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഇവൻ എളുപ്പം ബ്ലഡ് ചെന്ന് ആമാശയത്തിൽ വീഴുമ്പോൾ തന്നെ ബ്ലഡ് ഇടയ്ക്കെങ്കിലും ഒന്ന് അല്പം കൂടുതൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് ഇല്ല. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ചിട്ടയാണ്. അതിനുശേഷം നിങ്ങൾ ഞാൻ ചോദിച്ചു വരുന്നത് പഴയ ഗതകാല സ്മരണകളായവർ ഇനി എന്നെ ഒതുക്കാനുള്ള രീതിയിലാണല്ലോ. ഈ സിംഹം അറ്റാക്ക് ചെയ്യാൻ നേരം സിംഹത്തിനൊരു ഇരിപ്പുണ്ട്, ഇങ്ങനെ വരും. കുഞ്ഞവിടെ നിന്നിച്ച് ഇങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ ഇനി ഇയാളെ ഒന്ന് ഒതുക്കി കളയാവുന്നതാണെങ്കിൽ ഒരിക്കലും മുമ്പോട്ട് വരും. അതെ, ഒരിക്കലും ഇല്ല. എന്താ കാരണം വെച്ചാൽ ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ ഒരു ആരെ പറഞ്ഞ പോലെ പുലിയല്ല, പുപ്പുലിയാന്ന് എനിക്കറിയാം. ഭയങ്കര ഞാൻ പുലിയല്ല, വിശാഖ നക്ഷത്രത്തിന്റെ മൃഗം സിംഹമാണ്. മുമ്പിലിരിക്കുന്ന ഒരു സിംഹം ഓർത്താൽ മതി. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു രൂപം തന്നെ ഒരു സിംഹത്തിന് വേണമെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു വരുന്നത് വേറൊന്നുമല്ല. നിങ്ങൾ ഈ സുഹൃത്തുക്കൾ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ഒരുപാട് കഥകൾ, രസകരമായ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഷെയർ ചെയ്യുന്നതിലാണോ താങ്കളെ സായുജ്യം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴമയല്ല? ബാലാജിക്ക് മൂത്ത മോൾ 2 പെൺകുഞ്ഞുങ്ങളാണ്. അവിടെ വിവാഹം വന്നപ്പം ഞങ്ങളുടെ കൂട്ടായ്മ, അന്ന് ബാലാജി ഞങ്ങൾക്കെല്ലാം ഒരേ മാതിരിയുള്ള ഡബിള്, വലിയ വീതിയുള്ള, തമിഴ്നാട്ടിലെവിടെ പോയി അദ്ദേഹം എടുത്ത ഇത്രയും വീതിയുള്ള കരയുള്ള കസവ്, വലിയ കസവുള്ള മുണ്ട്, അതിനിടാനുള്ള ഷോള്, അതിനുള്ള ഉടുപ്പ് എല്ലാം ഒരേ മാതിരി ഞങ്ങൾക്കെല്ലാം റെഡിയാക്കി തന്നെ. ഞങ്ങൾ ഈ 4 പേരും അതേ വേഷത്തിലാണ് പുള്ളിയുടെ മോടെ കല്യാണത്തിന് പോയത്. കല്യാണം മംഗളമാക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അല്ല പാസ്റ്റ് ഓർത്തിരിക്കുകയല്ല. അപ്പോൾ അവിടെ പോയി തിന്നാൻ കുടിക്കാനല്ല പോകുന്നത്. ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആഹാരമല്ല ഞാൻ നോക്കുന്നത്. എന്തായാലും താങ്കൾക്ക് നല്ല ഭക്ഷണം അവർ തരും, കിട്ടുമല്ലോ. ഇനി അതൊന്ന് പറഞ്ഞോട്ടെ, ആ പോർഷൻ ജന്മം കൊണ്ടൊരു സത്യം പറയുന്നു. എവിടെ ചെന്നാലും 7 സ്റ്റാർ ഹോട്ടൽ മാതിരിയുള്ള ഫുഡും സ്വീകരണവും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അതാണ്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവം എന്താണ്? ബീഫാണോ, പോത്താണോ? പ്രോൺസാണ്.
ഓഹോ. അത് ചുമ്മാ ഒന്നും വെച്ചാൽ ഒക്കത്തില്ല. കൊടംപുളി ഇട്ട് മീൻകറി വെക്കത്തില്ലേ, അതേമാതിരി ചുമന്ന മുളക് അരച്ച കറിയാണേലേ എനിക്ക് സന്തോഷമുള്ളൂ. മൺചട്ടിയിൽ കറി വെക്കണം. മൺചട്ടി വെച്ചാൽ രുചി കൂടും. അതെ, അതെന്റെ വൈഫ് ബോംബെ ജനിച്ചു വളർന്ന. ഇടീ മൺചട്ടി വേണമെന്ന് പറഞ്ഞാൽ എവിടെയും പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും. അത് പെണ്ണുങ്ങളോട് അതൊന്നും പറയാൻ നോക്കില്ല. ഈ സിംഹം വീട്ടിൽ കയറിയ ഒരു പൂച്ചയാണല്ലേ? അല്ലല്ല, അത് പക്വത ഇച്ചിരി തന്ത്രം ഉപയോഗിച്ചാലേ വീട്ടുകളിൽ. ഭാര്യയെ പേടിയല്ലേ ആക്ച്വലി? BP ആണോ? അല്ലേ, BJP എന്ന് പറഞ്ഞില്ല. അതിന്റെ ഡെഫിനേഷൻ എനിക്കറിയാം. അത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം, ചെവിയിൽ പോകുന്നതിന് മുമ്പേ പറയാം BJP എന്തോ. ഭാര്യ ജാസ്തി പേടി. അതും അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ വേറെ. ഞാനിപ്പോ താങ്കൾക്ക് കൃത്യമായിട്ടൊരു മറുപടി ഞാൻ പറഞ്ഞു. അല്ല, ജാസ്തി പേടിയൊന്നും ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അതെന്റെ വൈഫ് ആയില്യമാണ്. അതും പാമ്പാ. സിംഹവും പാമ്പും കൂടെ മുട്ടിയാൽ എങ്ങനെ ഇരിക്കും? പാമ്പാണ്. വൈഫിന്റെ നക്ഷത്രം ആയില്യമാണ്. രാജവെമ്പാലയാണോ? അത് കരിമൂക്കനാവാം. അത് ഏതിലോ ഒന്ന് ആ വർഗം. അല്ല, അവർക്ക് ആ നക്ഷത്രത്തിന്റെ ക്വാളിറ്റീസ് എന്റെ വൈഫിലും ഉണ്ട്. ഹാർഡാ അവര്. പാമ്പിന് സെന്റിമെന്റ്സ് ഉണ്ടോ? പാമ്പ് മുട്ടയിട്ട് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോയി പാല് കൊടുക്കുന്ന ബ്രിട്ടാസ് കണ്ടിട്ടുണ്ടോ? പാമ്പിന് ബ്രസ്റ്റ് ഉണ്ടോ? ചുമ്മാ ചോദിക്കുക. ഇനി അത് വേറെ വിധത്തിൽ എടുത്തു കളയല്ലേ? പെൺപാമ്പിന് ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു പുലിക്കൊക്കെ ഉള്ള മാതിരി ഇവിടെ ഇങ്ങനെ മുലകളുണ്ടോ? പാമ്പും കുഞ്ഞു വന്ന് നം 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 ചപ്പി കുടിക്കാനുണ്ടോ? എന്താ പാമ്പിന് ദൈവം മുല കൊടുക്കാൻ? എന്താ കൊടുക്കത്തില്ല. ചേച്ചിയുടെ പേരെന്താ? എന്താ അവിടെ പേരെടുത്ത് കൊല്ലാനാണോ? അവിടെ പേര് പ്രമീള എന്നാ. പ്രമീള ചേച്ചി. ഞാൻ ഉത്തരവാദിയല്ല. ചേച്ചിനെ പാമ്പാക്കുകയും ഇതൊക്കെ ആക്കുകയൊക്കെ ചെയ്ത്. പ്രമീള, നീ കാണുന്നുണ്ടല്ലോ എന്നെ ഇത് ഈ ലെവലിൽ കൊണ്ടുവന്നത് ബ്രിട്ടാസാ കേട്ടോ. കേൾക്കുന്നുണ്ടേ നീ? ഇത് എഡിറ്റ് ചെയ്ത് കളയല്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രമീള ചേച്ചി പാമ്പാണെങ്കിലും ഒരുപക്ഷെ ഈ ക്യാപ്റ്റനെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ ചൂണ്ടുവിരൽ നിർത്തണമെങ്കിൽ ഒരുപക്ഷെ ഒരു പാമ്പ് ഇതിനെ വേണം. ആണെങ്കിലും ഈ ക്യാപ്റ്റൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദശാസന്ധിയിൽ പ്രമീള ചേച്ചിയുടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇത് പാമ്പിൻ്റെ നേച്ചറൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി നന്മകളും ഉണ്ട്. നല്ല കുക്കാണ്. എനിക്കറിയാം. ഇനി വീട്ടിൽ കയറി ചെല്ലേണ്ട കാര്യം ഓർത്തിട്ട് ഇനി ചില കാര്യങ്ങൾ പറയുന്നത് എനിക്കറിയാം. എനിക്ക് വേറെ ചിന്ന വീടൊന്നുമില്ല, ഒറ്റ വീടേ ഉള്ളൂ. അതിന് ഏത് കാരണവശാലും ആർക്കും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കില്ല. എനിക്ക് എന്നെ കാണുമ്പോഴേ എൻ്റെ ഡോറുകൾ തുറക്കുമല്ലോ, അറിയാതെ. അതെന്താ തുറന്നിരിക്കും? ഒരു പ്രമീള എന്നല്ല, അവിടെ കുടുംബത്തിലുള്ളവരുടെ നടക്കില്ല. ഇന്റർവ്യൂ തന്നെ അവള് കണ്ടോട്ടെ കേട്ടോട്ടെ, അതൊന്നും നടക്കില്ല. ഞാൻ അടിമപ്പെടുന്ന ഒറ്റ സംഗതിയുള്ളൂ. സ്നേഹം തന്നാൽ ഞാൻ എൻ്റെ ഉയിര് കൊടുക്കും. സ്നേഹം തരണം, മര്യാദ വേണം, താഴ്മ വേണം. ഇത്രയുണ്ടോ? എനിക്ക് അത് അവളിലുണ്ടായ കുറച്ചൊക്കെ ഉണ്ട്. ഈ കുറച്ച് കാര്യങ്ങളിൽ ടഫാ. അതായത് പാമ്പ് തന്നെയാ. സെന്റിമെന്റ്സ് കുറവാ. പാമ്പിനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോകും അല്ലേ? ബ്രിട്ടാസ് എന്താ ചോദിക്കുന്നേ? അത് ഈ ഹൈന്ദവ സംസ്കാരത്തിൽ പൂർവികർ ഉണ്ടാക്കി വെച്ച നക്ഷത്രങ്ങളൊക്കെ അച്ചട്ടാണ്. ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ല. ആര് പറഞ്ഞുണ്ടാക്കി? ഈ മെയ് മാസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് മിക്കവാറും ഒക്കെ ആ സമയം അനുസരിച്ച് ആയില്യമായി അതായി ഇതായെന്ന് പറയും. അപ്പോൾ പിന്നെ ഈ ക്യാപ്റ്റൻ രാജു പുറമേക്ക് കാണാൻ ഒരു പരുക്കനാണെങ്കിലും ശബ്ദത്തിൽ ഒരു പരുക്ക ഭാവം ഉണ്ടെങ്കിലും ഒന്ന് ചകഞ്ഞാൽ ഉള്ളിൽ ഒരു എന്താ പറയുക, നമ്മുടെ പഴയ പാട്ട് പോലെ നല്ല പച്ചക്കരിമ്പിൻ്റെ ഇതാണ്. ഒരു നേർത്ത ഭാവമാണ്, സംശയമില്ല. പക്ഷേ ഈ നേർത്ത ഭാവം ആണെങ്കിൽ പോലും ഭാര്യയുടെ ആ ഒരു നിശ്ചയദാർഢ്യം. നല്ല കുടുംബിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസ കളയത്തില്ല. അവിടെ നന്മ പറയുക കേട്ടോണ്ടാട്ടെ. ഇപ്പം എനിക്കൊരു മോനേ ഉള്ളൂ. അവൻ്റെ കാര്യത്തിൽ അവളൊരു എക്സലൻറ്റ്, ഈ ആയില്യംകാർ നല്ല അമ്മമാരാകും. പക്ഷെ ടു ബിക്കം എ ഗുഡ് വൈഫ് ഇസ് നോട്ട് ഈസി. അത് പ്രശ്നമാണ്. അത് ആയിൽ നക്ഷത്രത്തിന്റെ പ്രശ്നമാണ്. അവർ നല്ല പ്രമീള ചേച്ചിയുടെ കുഴപ്പമല്ല. ഈ പല രാജകുടുംബങ്ങൾ എടുത്താട്ടെ, ഏറ്റവും കൂടുതൽ വിധവകളായിട്ട് നിൽക്കുന്ന ആരാന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ, ആയില്യംകാർ. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ രാജു വിവാഹം കഴിക്കുന്ന സമയത്ത് നോക്കിയില്ല, പ്രമീള ചേച്ചി നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അതിൽ ചെറിയൊരു മനസ്താപം ഉണ്ടോ? നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിലുള്ള ജാതകമൊക്കെ നോക്കിയാൽ നല്ലതായിരുന്നേനേയും എന്നൊരു തോന്നൽ എവിടെയോ ഉണ്ട്. കുഴപ്പമുണ്ടായിട്ടൊന്നുള്ള ഒരു മോന് ജന്മമൊക്കെ തന്നെങ്കിൽ പോലും ഇറ്റോടെ ഒരു സോഫ്റ്റ് ആൻഡ് സിൻസിയർ ഒരു ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നക്ഷത്രത്തിന് ഒത്തൊരു നക്ഷത്രം വന്നെങ്കിലേ ഒക്കുള്ളൂ. അന്ന് നക്ഷത്രം നോക്കിയിരുന്നെങ്കിൽ പ്രമീള ചേച്ചി ക്യാപ്റ്റൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. അവൾ വന്നാലും അവിടെ സ്വഭാവം അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പം ഒരു വേറൊരു കാഴ്ചപ്പാടിലോ അല്ല, അവളെ ഒരു റിഫൈൻഡ് ആളായിട്ടുള്ള ഒരു ആയില്യമാണേലും ചിലപ്പോൾ ഇച്ചിരി ബെറ്ററായിട്ട് പോകാൻ കഴിഞ്ഞെന്നിരുന്നേനെ. അപ്പോൾ അത്ര റിഫൈൻഡ് ആയില്യം അല്ലാതെ കുറച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കട്ടുകട്ടിയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരു സത്യം തുറന്നു പറയാം.
ഈ മഹതിയുടെ ഒരു നേച്ചർ കൊണ്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള തീരുമാനം എടുക്കുന്നത്. അല്ലെ ആർമി ഞാൻ ഇന്ന് ലെഫ്റ്റനൻറ്റ് ജനറലായിട്ട് തന്നെ റിട്ടയർ ചെയ്തേനെ. അത് എനിക്ക് ചില കാര്യങ്ങളിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില certain ഏരിയാസ് അത് നമുക്കെല്ലാം വിളിച്ച് പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ചില പ്രൈവസി ഉണ്ടല്ലോ ജീവിതത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. ആരും നമ്മൾ വെളിയിൽ കാണുമ്പോൾ കളർഫുൾ ആണെങ്കിലും ഉള്ളെങ്ങനെയാണെന്ന് ദൈവത്തിന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. കുടുംബജീവിതം. ശ്രീമതി പ്രമീള താങ്കളുടെ സഹധർമ്മിണി ആയിരുന്നില്ലായിരുന്നെങ്കിൽ താങ്കൾ ആർമി ജീവിതം ഉപേക്ഷിക്കില്ലായിരുന്നു. സൂക്ഷ്മമായിട്ട് ഉപേക്ഷിക്കില്ലായിരുന്നു. ഒരു പൊടി ഇപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല, ഏത് കാര്യത്തിലും നമ്മുടെ പൂർവികരൊരു കാര്യം കാണിച്ചു തന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബിനികളും നമ്മുടെ പെൺകുട്ടികൾ വരും കാലങ്ങളിൽ അമ്മമാരും ഭാര്യമാരാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്പം താഴ്മ, അതിനൊരു വാക്കുണ്ടല്ലോ, വിധേയത്വം. ഇത്രയും വിധേയത്വം ഒരു സ്ത്രീയിലില്ലെങ്കിൽ കുടുംബജീവിതം സക്സസ്ഫുൾ ആവില്ല. ഇപ്പം താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ മനസ്സിൽ താങ്കളുടെ ഭാര്യയെക്കുറിച്ച് താങ്കൾ നെയ്ത സങ്കല്പം ഇതായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. വിപരീതമെന്ന് ഒരു പൊടി വിധേയത്വമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വീട്ടിലെല്ലാത്തിനും ഭർത്താവ് അങ്ങ് ഡോമിനേറ്റ് ചെയ്യുന്നൊന്നും നമ്മളാരും ചെയ്യാൻ പോകുന്നില്ല, ചെയ്യത്തുമില്ല, ചെയ്തിട്ടുമില്ല. പക്ഷെങ്കിൽ ഒരു പൊടി വിധേയത്വം എപ്പോഴും കുടുംബജീവിതത്തിന് സുഖമാണ്, കുളിർമയേകും. എന്തുകൊണ്ട് ഭാര്യയോട് ഇക്കാര്യം ഇടീ ഒരു പൊടിക്ക് നീ ഒരു വിനയായി നിൽക്ക്, എനിക്ക് കീഴ്പ്പെട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവരെന്തുകൊണ്ട് ആ നേച്ചറുള്ള സ്ത്രീകൾ എങ്ങനെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. നമ്മൾ നല്ല ഉദ്ദേശമാണെങ്കിലും ഒരിക്കലും അത് മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് പ്രയാസമാണ്. അത് സ്ത്രീത്വം, അതായത് പറഞ്ഞ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. ഒരു ദിവസം ഞാൻ രാഴ്ച കൂടെ വീട്ടിൽ വന്നിട്ട് പറയട്ടെ, എന്നാൽ വീട്ടിൽ വന്ന് പറഞ്ഞു റിട്ടാസ് അല്ല ഇനിയും കൈരളി അല്ലേ നിങ്ങളുടെ ഇവിടുത്തെ ചാനലുകളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞാലും വലിയ മാറ്റം ഉണ്ടാവില്ല. ആയില്യം നക്ഷത്രം ഭയങ്കര പാറക്കല്ല് മാതിരി ഉറച്ചവരാ. അവരെടുത്ത തീരുമാനം അന്ത്യമാണ്. ഒരുത്തനും ഒക്കില്ല മാറ്റാൻ. അപ്പോൾ ആർമിയിൽ വലിയൊരു സൗഭാഗ്യം താങ്കൾക്ക് ആർമിയിൽ ഉണ്ടായിട്ട് താങ്കൾ ഭാര്യയുടെ ഒരു പിടിവാശിക്കോ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല, അതെന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ താങ്കൾക്ക് വ്യക്തമാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടായിരിക്കാം താങ്കൾ അതിൻ്റെ തുമ്പും വാലും മാത്രമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അത് തുമ്പും വാലും എന്നുള്ള പ്രശ്നമല്ല. അത് ആ ഡീറ്റെയിലായിട്ട് ഇതാണ് അവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ ടോട്ടൽ എന്നുള്ളതല്ല. ആ സമയത്തെ ഒരു നമ്മുടെ വികാരം ഉണ്ടല്ലോ, നമ്മുടെ എമോഷൻ, ആ സിറ്റുവേഷനിൽ ആ സമയത്ത് എന്നെ ചെറുതോ വലുതായിട്ടോ വേദനിപ്പിച്ചോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ചേഞ്ച് ആഗ്രഹിച്ചു വന്നു. ആർമി കയറി. ആർമിയും വിട്ടേച്ച് ഇറങ്ങിയില്ലേ? അല്ല, ആർമി വിട്ടിട്ട് ഞാൻ സിനിമയിലേക്ക് വരികയാണല്ലോ. പക്ഷെ ആർമി വിട്ടിട്ട് താങ്കൾ സിനിമയിലേക്ക് അങ്ങനെ അങ്ങ് വരുവല്ല ചെയ്തത്. ആക്ച്വലി 3 വർഷം ഞാൻ ബോംബെയിൽ ഒരു കമ്പനി വർക്ക് ചെയ്തു. മുംബൈയിൽ വർക്ക് ചെയ്തു. അതാണ് താങ്കൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മറക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, റിട്ടാസ് കേൾക്കണം. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് നടന്നു എന്നുള്ളത് അറിഞ്ഞായിരുന്നല്ലോ. ആ ഘട്ടത്തിലല്ലേ ശ്രീമതി പ്രമീള താങ്കൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ സ്പർശം നൽകിയത്? അതെല്ലാവരും തരുന്നുണ്ടല്ലോ. അല്ല, അന്ന് ഒരു വൈഫ് എന്നുള്ളതല്ലേ അവിടെ കടമകൾ അവൾ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലൈസ് വീട്ടിൽ വന്ന് കിടന്നാൽ പിന്നെ എന്ത് ചെയ്യും? നോക്കിയല്ലോ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മലമൂത്രമൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. അന്ന് ഞാൻ പിതുക്കെയൊക്കെ എണ്ണീച്ചെല്ലാം ഒരു വിധത്തിൽ ഉപദ്രവിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കിയിരുന്നു. ഒരാളെ ഉപദ്രവിക്കാത്ത ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ താങ്കൾ അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ പരിപൂർണമായ ഒരു നിരാലംബി ആയില്ല, അപകടം ഉണ്ടായിട്ടും? അങ്ങനെ ആയിട്ടില്ലല്ലോ. ഞാൻ ക്ലച്ചസിലാണ് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. താങ്കൾ ഞാൻ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ ആർമിയിലെ സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതം വിട്ടിട്ട് മുംബൈയിലൊരു സ്വകാര്യ കമ്പനിയിൽ പോയി താങ്കൾ ജോലി നോക്കി. പക്ഷെ സാധാരണ ജോലിയല്ല. ഞാൻ അന്ന് സീനിയർ ഓഫീസർ ലെവലിൽ കമ്പനി കാർ, ഡിസോട്ട കാർ എനിക്ക് ചെയർമാൻ തന്നത്. അതെന്താ? കാരണം ഞാൻ വർക്ക് ചെയ്ത 3 വർഷം സോളിഡായിട്ട് പ്രൂവ് ചെയ്ത് കൊടുത്തു. അവിടെ ഗ്ലൂക്കോസ് ഓൾ ഓവർ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നതിന് തലപ്പത്തായിരുന്നു ഞാൻ. താങ്കൾ അങ്ങനെ 3 വർഷം അവിടെ ജോലി ചെയ്തു? 3 വർഷം ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ സിനിമയിലേക്ക്. എങ്കിലും അപ്പോൾ ഒരു തേങ്ങലുണ്ടായിരുന്നു. അതായത് ആർമിയിൽ താങ്കൾ പടിവെച്ചുയരുമായിരുന്ന ആ സ്ഥാനമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയില്ല. പാസ്റ്റ് ഈസ് ഗോൺ, ഗോൺ ഈസ് ഗോൺ. ഓക്കെ. ഭാര്യയ്ക്ക് താങ്കൾ സിനിമയിൽ വരുന്നതിൽ താല്പര്യമുണ്ടായിരുന്നു? അങ്ങനെ അവളുടെ അഭിപ്രായം ചോദിച്ചിട്ടൊന്നുമല്ല ഞാൻ സിനിമയിൽ കയറിയത്. എന്നാലും ഭാര്യയോട് ചോദിക്കില്ലേ ഒരു വാചകം? അത് ആ കാര്യത്തിലൊക്കെ യു ലുക്ക് ആഫ്റ്റർ യുവർ ഓൺ സെൽഫ്. അവൾക്കറിയാം അവിടെ കുടുംബത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ വീട് വിട്ടങ്ങും പോകത്തില്ലെന്ന് പോലും അവൾക്കറിയാം. എന്തെങ്കിലും കഴിഞ്ഞ് ഇവിടെ പാക്കപ്പ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസ് ഞാൻ ഐ ഗോ ബാക്ക് ടു മൈ ഹോം. ആയില്യം വിശാഖ നക്ഷത്രത്തിൻ്റെ ഇടയിൽ ചില ചേർച്ചയില്ലായ്മ ഉണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചു. നക്ഷത്രങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് നക്ഷത്രത്തിൻ്റെ തന്നെ ആ ജന്മനാ കിട്ടുന്ന ക്വാളിറ്റീസ്. ഒരാഴ്ചയിൽ എത്ര അടി വെക്കും? എന്തോ ഉദ്ദേശിക്കുന്നത്? സംഘർഷം. ആയില്യ വിശാഖ സംഘർഷം എത്രയുണ്ട്? ബ്രിട്ടാസ് ആയതുകൊണ്ടെല്ലാം ഞാൻ ആലോചിച്ച് ഉത്തരം പറയുള്ളൂ. എന്നാലും ഒരു നമ്പർ പറഞ്ഞോളൂ. സംഘർഷങ്ങളോ? ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് സംഘർഷാവസ്ഥ വന്നാൽ അവോയ്ഡ് ദ സിറ്റുവേഷൻ എന്നുള്ള എൻ്റെ ടെക്നിക്ക്. താങ്കൾ പരിപൂർണ്ണ അടിമയായി? ഒരിക്കലും അടിമ പരിപാടിയൊന്നും അല്ല. അത് വീട്ടിൽ അടിമയായിരിക്കുന്നു. താങ്കൾ ഈ കാണിക്കുന്ന ശൗര്യമൊക്കെ വീട്ടിൽ കയറുമ്പോൾ പ്രമീള ചേച്ചിയുടെ മുമ്പിൽ നടക്കില്ല.
അത് വാശി പിടിപ്പിച്ച് എന്നെ കൊണ്ട് ഞാനുള്ള കാര്യം പറയാം. ഞാനത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് ഞാൻ പറയാം. നല്ലൊരു കാര്യം ഇവിടെ ഇങ്ങനെ സാട്ടയൊക്കെ കൊണ്ടച്ചിങ്ങനെ സിംഹമായി നിൽക്കും. വീട്ടിൽ കയറി എത്തുമ്പോണ്ടല്ലോ ഒരു മാളത്തിലേക്ക് കയറും. ഇത് പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ മോൻ അവിടെ വരുമ്പോൾ അവൾ കാര്യമായിട്ട് കേക്കൊക്കെ വെച്ചുകൂടെ കൂടുതലും ഒരു വെട്ടിമുടി തരുമെന്ന് വിചാരിക്കണ്ട. മുടിഞ്ഞ സാധനം അത് പാമ്പാ. നമ്മൾ സിനിമാ ജീവിതത്തിലേക്ക് വരികയാണ്. ജോഷിയുടെ പടം രക്തം താങ്കളുടെ ഫസ്റ്റ് ബ്രേക്ക് അതാണ്. ആ പടം തന്നെ ഫസ്റ്റ് ബ്രേക്ക്. സത്യം പറഞ്ഞാൽ ആ പടം റിലീസായിട്ട് ഹിന്ദി പടമാണ്. ഹിന്ദി പടമാണ്. ഹം സബ് അഖേലെ എന്ന് അന്നിട്ട പേര്. അന്ന് ഒരു ദിലീപ് കുമാർ മാതിരി ഇരിക്കുന്ന ഒരു പയ്യനെ, ഒരു നോർത്ത് ഇന്ത്യൻ ഒരു മുസ്ലിം സഹോദരനാണ്, താരിഖ് എന്നാണ് പേര്. ആ പയ്യൻ ഹീറോയും ഞാൻ അവൻ്റെ കൂട്ടുകാരൻ, ഈക്വൽ 2 ഹീറോ ക്യാരക്ടറിലുള്ള ഒരു പടം എനിക്ക് ആദ്യം കിട്ടുന്നത്. അന്ന് ജൂഹു ബീച്ച് ഞാൻ അതിനടുത്ത് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആ പടം അഭിനയിച്ചു തുടങ്ങി, പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. അപ്പം ക്യാമറ ഫേസ് ചെയ്ത് ആദ്യത്തെ പടം ഹിന്ദിയാണ്. അത് കഴിഞ്ഞ് എനിക്ക് നെക്സ്റ്റ് ബ്രേക്ക് രക്തമാണ്. ജോഷിയായിട്ട് എങ്ങനെ ആ ഒരു ബന്ധം സ്ഥാപിച്ചു? ജോഷി സാർ എനിക്കുള്ള പേഴ്സണൽ ബന്ധമല്ല, എൻ്റെ ഒരു കസിൻ ബ്രദർ, ഒരു ബ്രദറിലോ എന്ന് പറയാം. അദ്ദേഹം വിളിച്ച് ജോഷിയോടല്ല പറഞ്ഞത്, അപ്പച്ചനോട്, സാഗാ പിക്ചേഴ്സ് അപ്പച്ചൻ പ്രൊഡ്യൂസറല്ലേ, അവരുമായിട്ട് അടുപ്പമുണ്ട് എൻ്റെ ഈ കസിന്. അദ്ദേഹം വിളിച്ച് പറഞ്ഞാണ്, റോയ് വട്ടശ്ശേരിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു ആൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അപ്പച്ചൻ ഒരു വേഷം കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ നാച്ചുറലി ഡയറക്ടറോട് പറഞ്ഞു എന്തെങ്കിലും ഒരു വേഷം കൊടുക്കാം, ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഫോട്ടോ അപ്പം തന്നെ അയച്ചു കൊടുത്തു. വരാൻ പറഞ്ഞു. ഞാൻ വന്ന് ഇറങ്ങുന്നു. ജോഷിയും കലൂർ ഡെന്നിസും കൊണ്ട് എന്നെ വിളിച്ച് BTH ഹോട്ടലിൽ കാണുന്നു. അപ്പോൾ തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഷൂട്ടിംഗ് കൊണ്ട് റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞു. കൂടെ അഭിനയിച്ച ആരൊക്കെയാണെന്നറിയാം? നസീർ സാറും മധു സാറും ശ്രീവിദ്യയും സോമനും ബാലൻകെ നായരും ഒക്കെയാണ്. വലിയൊരു ടീമായിരുന്നു. എനിക്കത് മറക്കാൻ കഴിയുമോ? ഇനി ആ സെറ്റ് വെച്ച് തന്നെ മധു സാറും കാണുന്നത്. അന്ന് മധു സാർ എന്നെ കണ്ട് തീരുമാനിച്ചാണ് രതിലയം എന്നുള്ള പടം ഈ വ്യക്തിയെ വെച്ച് ചെയ്യും, ക്യാപ്റ്റൻ രാജുവിനെ വെച്ച് ചെയ്യുമെന്ന് മധു സാർ തീരുമാനമെടുത്ത് തന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ക്യാപ്റ്റൻ ഉമാ സ്റ്റുഡിയോയുടെ ഒരു പടം ക്യാപ്റ്റൻ ഉടനെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഒരു പടം മഹാനടനായ മധു സാർ അത് നമുക്ക് തരുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു അറിയും. പക്ഷെ ആ സന്തോഷം അധികം ഉണ്ടായില്ല എന്ന് പറയാനൊക്കത്തില്ല. അതിനെ ഇപ്പോൾ സിൽക്ക് സ്മിത കൂടെ അഭിനയിച്ചതുകൊണ്ട് കാപട്യമുള്ള നമ്മുടെ നാട്ടിൽ സിൽക്ക് സ്മിത ഒരു വീട്ടിൽ ചെന്ന അക്കാലത്ത് വീട് തുറന്നു വെച്ച് നമ്മുടെ സ്ത്രീകൾ കയറി ഇരിക്കൂ സ്മിത എന്ന് പറയുമോ? വേറൊരു നടി. താങ്കൾ എവിടെയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കില്ലായിരുന്നു. അല്ല, ഇന്ന് ഈ സ്റ്റേജ് വന്നതിന് ശേഷം ആ ടൈപ്പിൽ സബ്ജക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതേ സബ്ജക്റ്റ് അക്കാലത്ത് തമിഴിൽ ചെയ്ത് കമൽഹാസനാണ്, ചുവപ്പ് റോജാക്കൾ. ഹിന്ദിയിൽ ചെയ്ത് രാജേഷ് ഖന്നയാണ്, റെഡ് റോസ്. സെയിം പടം. നമ്മുടെ രതിലയം ഹിന്ദിയിൽ ബോംബെ റിലീസായി തിയേറ്ററിൽ പോയിരുന്ന് കണ്ട വ്യക്തിയാണ് ഞാൻ, ഡബ് ചെയ്ത്. താങ്കൾക്ക് അന്നേരം ഒരു വിഷമം തോന്നിയിട്ടില്ല? ഒരു വിഷമം തോന്നിയില്ല. പിന്നീട് എപ്പോഴാണ് ഇങ്ങനെയുള്ള സിനിമകളൊന്നും എനിക്ക് വേണ്ടതില്ല, ഇങ്ങനെയുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് സംഭവിക്കുന്നതാണ്. ചില നക്ഷത്രങ്ങൾക്ക് തമ്പുരാൻ വിധിച്ചെഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രതിലയത്തിലൊക്കെ അഭിനയിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞു. എൻ്റെ ഫാദറും മദറും ഒന്നും ആവശ്യം ഈ വില്ലൻ വേഷം ചെയ്തതെന്ന് അമ്മ എപ്പോഴും പറയും. അല്ലാതെ ഇങ്ങനെയുള്ള പടം അഭിനയിക്കുന്നത് അത് തൊഴിലിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു ആരാച്ചാരോട് ആരെയും കൊല്ലരുതെന്ന് പറയുന്നത് ശരിയാണോ? പട്ടാളക്കാരായ ഞങ്ങളോട് കൊല ചെയ്യുന്നത് ശരിയല്ലെന്ന്. അല്ല, വില്ലൻ വേഷവും അങ്ങനെ ഒരു വേഷമല്ലേ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു? അല്ല, അത് എനിക്ക് വില്ലൻ വേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോൾ മടുത്തു. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ മടുക്കും അത്. ഓക്കെ, ഒരാൾ വരട്ടെ. ക്യാപ്റ്റൻ രാജു എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടും. പട്ടാളക്കാരനാണ്, ഒരു പാവമാണ്. രാജു എന്നാണ് ഞാൻ വിളിക്കുക. വളരെ സഹൃദയനാണ്, നിർമ്മലമായ ഹൃദയമുള്ള ആളാണ്. ഇത്ര വലിയ റഫ് ആയിട്ടുള്ള ജീവിതം നയിച്ചു വന്ന ആൾ എങ്ങനെ ഈ സോഫ്റ്റായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നി. പട്ടാളത്തിലെ സ്വഭാവം വിട്ടിട്ട് ഇവിടുന്ന് ഇത് അഭിനയിക്കുമ്പോൾ കൂടുമാറുക അല്ലെങ്കിൽ പരകായ പ്രവേശം എന്ന് പറയുന്ന അഭിനയത്തിൻ്റെ ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എങ്ങനെ കൂടുമാറാൻ കഴിയുന്നു? മാളയുടെ ചോദ്യം, മാള നല്ല ആർട്ടിസ്റ്റാണല്ലോ, നാച്ചുറലി ഒരു നല്ല നടൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു നല്ല നടനാവുമ്പോൾ മാളയും നല്ല നടനാണല്ലോ, അദ്ദേഹത്തിനും അറിയാം ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. അവസരം അനുസരിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ ക്യാരക്ടർ മാറാനുള്ളൊരു കഴിവൊരു നടനുണ്ടല്ലോ, നടനായിട്ട് നിൽക്കാനൊക്കെ ഉള്ളൂ മലയാള സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. ഇപ്പോൾ ഒരു സെറ്റ് ഞങ്ങളൊരു പീരീഡിൽ KR വിജയ ഗാർഡൻസ് മദ്രാസിൽ 4 മൂലയിൽ 4 ക്യാമറയാണ്, 4 മലയാളം പ്രൊഡ്യൂസേഴ്സ് ഷൂട്ട് ചെയ്യുക. സെയിം ആർട്ടിസ്റ്റാണ് എപ്പോഴും. ഇപ്പോൾ ഒരിടത്തുനിന്ന് പോയി വേഷം മാറി എളുപ്പം മേക്കപ്പ് മാറ്റി എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ അടുത്ത ക്യാമറയുടെ മുമ്പ് പോയി നിൽക്കുക. അന്നേരം പഴയ കഥാപാത്രം ഓർത്തിരുന്ന് നമുക്ക് മാറാൻ പറ്റുമോ? അതേമാതിരി പിടിച്ചിരിക്കാൻ പറ്റുമോ? ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് ഹൃദയമുള്ളവനെ നടനായിട്ട് മാറാൻ കഴിയുള്ളൂ. പക്ഷേ ക്യാപ്റ്റൻ രാജുവിന് വേണ്ടത്ര ഒരു മികവും മലയാള സിനിമയിൽ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അതും സത്യമായിരിക്കും. അതിനൊരു കാരണമുണ്ട്. ആ ചോദ്യം കറക്റ്റാണ്. എൻ്റെ നേച്ചറിന് ഞാൻ പോയി ഇത് ബന്ധങ്ങളുടെ പുറത്താണ് കുറച്ച് കാലത്തോളം മലയാള സിനിമ പോകുന്നത്. പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോൾ അവരെ വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഏത് നടനും. പക്ഷേ എനിക്ക് അതിനകത്ത് അല്പം ഞാൻ പിന്നോട്ടാണ്.
ഒന്നും ഉണ്ടായിട്ടില്ല. അത് മിലിറ്ററിയിൽ നിന്നൊക്കെ വന്നതിൻ്റെ ആയിരിക്കാം. എന്നെ വിളിച്ചാൽ ഞാൻ പോയി അഭിനയിക്കും. അല്ലാതെ നമ്മൾ വിളിച്ചിട്ട് ആ പടം ഞാൻ കണ്ടു, ചിലർ കാണാതെ പോലും കണ്ടു എന്ന് പറഞ്ഞ് പറഞ്ഞ് സൂചിപ്പിക്കും. നെറ്റ്വർക്കിംഗ് താങ്കൾക്കില്ല? അത്ര വലിയൊരു നെറ്റ്വർക്ക് എനിക്കില്ല, സത്യം പറയാം. താങ്കൾ വിചാരിക്കുന്നത് ഒരു കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണോ മലയാളത്തിൽ? അതിൻ്റെ അർത്ഥം അങ്ങനെയില്ല. ഞാൻ അതിൽ നിന്ന് വിമുക്തനായി നിൽക്കുക. അതുകൊണ്ട് എനിക്ക് കോക്കസിനെ കുറിച്ചൊന്നും പറയാൻ. താങ്കൾ പൊതുവേ ഒരു ഒറ്റയാനാണോ? ബേസിക്കലി ഒറ്റയാനാണ്. ഒറ്റയാനാണ്. വന്നു അപകടകാരി അല്ലാത്ത ഒറ്റയാൻ. അങ്ങനെ ആരെയും കുത്താനും വെട്ടാനും പോവില്ല, മാന്നും പറഞ്ഞ് ചീറ്റാനും ഒന്നും പോവില്ല. ഇടയ്ക്കൊന്നും ഇടയും. അത് ആവശ്യമുള്ള സിറ്റുവേഷനിലിടയും, അല്ലാതില്ല. പണ്ട് ഏതോ ഒരു വ്യക്തി, സിനിമാ നടൻ അങ്ങ് വെച്ചോളൂ, മലയാള സിനിമയിലെ നടികളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് ഞാൻ പ്രതികരിച്ചത് അന്ന് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഒരു മൂലയിലോട്ട് വെച്ച് ഒന്ന് ചേർത്ത് അത്രയും ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ കയറി പിടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി ഭിത്തിയോട് ചേർത്ത് നിർത്തി മേലാൽ ഇത് ആവർത്തിക്കും, നിനക്കും അമ്മയും പെങ്ങന്മാരും ഉള്ളവനാന്ന് ഓർത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് കാരണം മലയാള സിനിമയിലെ എൻ്റെ സഹോദരിമാർ അവരുടെ ചെരുപ്പിൽ കയറി ചിന്തിച്ചാലേ അവരുടെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ആരെയും ഒരു കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മലയാള സിനിമയിലെ ഒരുപാട് നടികൾക്ക് താങ്കളോട് വലിയ സ്നേഹമാണ്. ഒരാളെ കൊണ്ടുവരാം. ഹായ് രാജയ്യ. പിന്നെ രാജയ്യനെ കുറിച്ച് പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാജയ്യൻ കാണാൻ മാത്രമേ ഉള്ളൂ നല്ല ഹൈറ്റും നല്ല ഗാംഭീര്യമുള്ള ശബ്ദമൊക്കെയാണ്. പക്ഷെ മനസ്സുണ്ടല്ലോ, ശുദ്ധ പാവമാണ്. ശരിക്കും പറഞ്ഞാൽ രാജയ്യനല്ല പറഞ്ഞത്, ഹായ് രാജു എന്ന് വേണം പറയാൻ. അതുപോലത്തെ സ്വഭാവമാണ്. ഞാനും സുരേഷ് ഏട്ടനും കല്യാണം കഴിക്കാൻ പോകണു എന്ന് അറിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും മറക്കൂല. നല്ല പൊരുത്തമാണ് മോളെ, നല്ല പയ്യനാണ്, നിൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് പറഞ്ഞു. പക്ഷേ രാജയ്യൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്നും പാലിക്കുന്നത് വലിയ സന്തോഷമാണ് രാജയ്യ. മേനക ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. അതിന് കാരണം എന്നാണെന്നറിയോ? സുരേഷും ഞങ്ങളും മോഹൻലാൽ പ്രിയൻ ഞങ്ങളുടെ കൂടെ സ്വാമി ലോഡ്ജിൽ മോർ ദാൻ 5 years ഒന്നിച്ച് താമസിച്ചവരാണ്. ചെന്നൈയിൽ ട്രിവാൻഡ്രത്തു നിന്ന് വന്ന് പരിചയപ്പെട്ട സുഹൃത്തുക്കളിൽ അന്നത്തെ അതേ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്ത് ജാടയോ അഹങ്കാരമോ ഒന്നും മറ്റുള്ളവരെ മറക്കുകയൊന്നും ചെയ്യാതെ ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സുരേഷ്. മേനക സുരേഷ് നമ്മൾ പറയുന്നുണ്ട്, സുരേഷാണ്. സുരേഷ് പറഞ്ഞത് എന്താ അറിയോ? കേട്ടില്ലല്ലോ. അതായത് പട്ടാളത്തിലോ സിനിമയിലോ ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ ഒരു പാതിരിയാകുമായിരുന്നു. അത് ശരിയായിരിക്കാം. ശരി. ഞാൻ ഈ അഭിനയം പഠിച്ച എവിടെ നിന്നാ അറിയോ? ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തിലെ നമ്മുടെ വൈദികരുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, ഈ വിവാഹ ശുശ്രൂഷയൊക്കെ നടത്തുമ്പോൾ കുരിശു വാഴുവെന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ലത്തീനിലൊന്നും അതില്ല. ഞങ്ങളുടെ മലങ്കര കത്തോലിക്കയിലും ഓർത്തഡോക്സ്, CSI അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും യാക്കോബായിലെല്ലാം ഈ വൈദികരുടെ ഒരു പെർഫോമൻസിൽ ആ വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയും, മഹത്വം. ഞാൻ അന്ന് ഈ ചെറുപ്പത്തിലെ വൈദികർ കാണിക്കുന്നത് കണ്ടും കേട്ട് പഠിച്ച് വീട്ടിൽ പോയി ഇളയ പെങ്ങളെ തലയെ വിളിച്ച് നിർത്തി ഇതേ സംഗതി പഠിച്ച് ചൊല്ലിയാണ് ഞാൻ എൻ്റെ അഭിനയം തുടങ്ങി. അമ്മയുടെ മുമ്പ് വെച്ച് ഇതൊക്കെ കാണിക്കുന്നത്. ഞാൻ ഇളയ പെങ്ങളുടെ തലമുടി അവളെ മണവാട്ടിയാക്കും. കാണണോ? എങ്ങനെയാണെന്ന് നോക്കട്ടെ, കാണിച്ചോട്ടെ. പിന്നെ അപ്പോൾ ആ പാട്ട് വിവാഹ ശുശ്രൂഷയിൽ സുറിയാനി ഇല്ലാത്തതാണ് അത് കേട്ടോ. അപ്പോൾ എൻ്റെ പെങ്ങളെ തല കുനിച്ച് പിടിച്ച് നിർത്തി, ഇവിടെ മണവാട്ടി എന്ന് വെച്ചാട്ടെ. അത് കഴിഞ്ഞ് അവർ കണ്ണുമൊക്കെ അടച്ച് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ക്ലീലോ പീതേത് മോറോൻ മെൻസ്മായോ സോയാഹിനോ ഹേ ഹസിനോ സോയേ ക്ലീലോത് കൊഹനോ സോയേം ബറീഷേ. അപ്പോൾ മറ്റു വൈദികരെല്ലാം കൂടെ ചേർന്ന് വാനിൽ നിന്നോരു മകുടം കർത്തൻ തൻ കയ്യാലിറങ്ങി മണവാട്ടിയെ ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ഇത് വിവാഹ ശുശ്രൂഷയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും മഹത്തായ ശുശ്രൂഷ. ഇവിടെ തുടങ്ങിയ അഭിനയമാണ്. ഞാൻ അഭിനയത്തിൻ്റെ ബേസിക്സ് പഠിച്ചത് ഇവിടുന്നാണ്. എൻ്റെ വൈദികരോടെല്ലാം എനിക്ക് നന്ദിയും കടപ്പാടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. തമ്പുരാനെ നന്ദി. കുരിശാ തരുന്നതല്ലേ? അതെ. സിനിമയിൽ താങ്കൾ പിന്നീട് ഒരു ടൈപ്പ് ചെയ്യപ്പെട്ടു. നല്ല വേഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകളിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരുടെ കൂടി ഒക്കെ താങ്കൾ അഭിനയിച്ചു. സൂക്ഷ്മമായിട്ട് ലാല്, മമ്മൂട്ടി, ചിത്രപ്പടം മമ്മൂട്ടിയുമായിട്ട്, പ്രേം നസീർ, മധു, അങ്ങനെ ഏറെക്കുറെ മലയാള സിനിമയുടെ ഒരു സോമൻ, സുകുമാരൻ എല്ലാവരുടെയും കൂടി. അതിരാത്രം നല്ല റോളായിരുന്നു താങ്കൾക്ക് ആ സിനിമയിലുണ്ടായിരുന്നു. അടിപൊളി റോളാണ്. അടിപൊളി റോളാണ്. മോഹൻലാൽ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ എൻ്റെ തന്നെയാണ്. മമ്മൂട്ടിയോടൊപ്പം ഇത് സാമ്രാജ്യം വളരെ പ്രസക്തമായൊരു വേഷമായിരുന്നു. ഈക്വലായിട്ടുള്ളൊരു കഥ. ഈക്വലായിട്ടുള്ള കട്ടയ്ക്ക് തന്നു. ഓഗസ്റ്റ് 1 എനിക്കൊന്ന് താങ്കളുടെ അഭിനയത്തിലെ വളരെ മികച്ച ഒരു തലം ഇതിൽ ആൾക്കാർ. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പടം സി ബി മലയിൽ.
അങ്ങനെ ഈ സിനിമയിലെ വില്ലനെ കണ്ട് കേരളത്തിലെ ശരാശരി പ്രേക്ഷകൻ ഞെട്ടി. ഒരുപക്ഷെ നായകനെ തന്നെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം. ഇടയ്ക്ക് മനസ്സിലേക്ക് ഇതൊക്കെ വരാറുണ്ടല്ലേ? സൂക്ഷ്മമായിട്ട് പല കാര്യം. താങ്കളുടെ വസന്തകാലമായിരുന്നത്. അങ്ങനെ ഞാനത് ഇനിയും വസന്തം വരാനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. അതൊക്കെ ജസ്റ്റ് എ ബിഗിനിങ്. റിയൽ പെർഫോമൻസ് ഭയങ്കര ലെവലിലുള്ളത് എന്നെ തേടി കഥാപാത്രങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അടങ്ങാത്ത ശുഭാപ്തി വിശ്വാസം. സൂക്ഷ്മമായിട്ട്. അല്ല, അത് നല്ലതാണ്. പക്ഷേ എങ്കിൽ പോലും താങ്കളുടെ സിനിമ സബരിയിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പീരീഡ് ഗോൾഡൻ പീരീഡ് ആ സമയത്തെ വിശേഷിപ്പിക്കുക. അതുവരെ ഉണ്ടായിരുന്ന വില്ലൻ പരിവേഷങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് തീവ്രത, ഇൻറ്റൻസിറ്റി അതുണ്ടായിരുന്നു. അതും സുമുഖനായിട്ടൊരു വില്ലനായിരുന്നു. താങ്കൾ നല്ല സുന്ദരനാണ് എന്ന് ജനങ്ങൾ പറയുന്നു. എനിക്ക് സ്വയമേ കാണുമ്പോൾ അങ്ങനെ തോന്നാറില്ല. സത്യം. ആ വിനയത്തിന് മുമ്പിൽ കുഴിഞ്ഞ കണ്ണും വൃത്തികെട്ട മൂക്കും ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ റെയിൽവേ പാലങ്ങൾ പോകുന്ന ഇതില്ലേ, തുരങ്കം, അതുമാതിരി രണ്ട് മൂക്കിൻ്റെ. അത് വഴക്ക് കൂടുമ്പോൾ പ്രമേള ചേച്ചി പറയണ കാര്യങ്ങളല്ലേ, ഞാൻ അതിനെക്കുറിച്ചല്ലോ പറഞ്ഞത്. അവൾക്ക് പറയാനൊക്കത്തില്ല. അവിടെ വാപ്പായിക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാണ് ഈ കല്യാണം നടക്കുന്നത്. അവിടെ വാപ്പാൻ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. അവർക്ക് മാത്രമല്ല, ഞാൻ അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ താങ്കളുടെ ഈ പറഞ്ഞ ആകാര സൗഭാഗ്യത്തിൽ എത്രയോ പെൺകുട്ടികൾക്ക് കണ്ണുണ്ടായിരുന്നു, പക്ഷെ താങ്കൾ എടുത്തിട്ടുണ്ടാവില്ല. 1 വിരലാണോ പൊക്കി, 2 വിരലാണോ പൊക്കി, 3 വിരലൊക്കെ. അരങ്ങോടർക്ക് ഇവിടെ യഥാർത്ഥത്തിൽ നിയന്ത്രണം വിട്ടിരുന്നു. ഈ സ്റ്റേജിൽ ക്യാപ്റ്റൻ രാജു ഒരു വേള ആ കഥാപാത്രത്തിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തിയോ? എത്രയോ പ്രാവശ്യങ്ങൾ. ഇവിടെ താങ്കളെ നിയന്ത്രിക്കാൻ തന്നെ ആൾക്കാർ പാടുപെട്ടു. സൂക്ഷ്മമായിട്ട്. അന്നേരം ആ സ്റ്റേജിൽ ആ വെയിലത്ത് ഭാരതപ്പുഴയുടെ സൈഡിൽ കിടന്ന് ഇത് എടുക്കുമ്പോൾ കാലിൻ്റെ ബാക്കിൽ അടിയിലൊക്കെ ഇത്രയും കട്ട നീരാണ്. തൊലിയൊക്കെ അങ്ങ് കട്ടയായി കുളമായിരിക്കുമ്പോഴാണ്. സുരേഷ് ഗോപിയുടെ കയ്യിലൊക്കെ ഇത്രയും നീര് ഇവിടെ കളഞ്ഞ് ഈ വെട്ട് തടുത്ത് ഒറിജിനൽ പരിചയമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ഡമ്മിയൊന്നുമല്ല. അത് വെച്ചാണ് ഈ വെയിലത്ത്, എന്തോ വെയിലായിരുന്നു. ഇപ്പോഴത്തെ ചൂട് അങ്ങനെയുണ്ട്. അതേ സെയിം ചൂടായിരുന്നു. ഭാരതപ്പുഴയുടെ സൈഡിലെ മണൽ ചുട്ട് പഴുത്ത് കിടക്കുന്നതിൻ്റെ പുറത്ത് കിടന്നാണ് ഞങ്ങൾ ഈ അംഗം കുറിച്ചത്. അപ്പോൾ ആകെപ്പാടെ നമുക്ക് ശരീരമായിട്ട് വേർത്ത് കുളിച്ചിരിക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥയുണ്ടല്ലോ. അതും ഇതും എല്ലാം കൂടെ വന്ന സിറ്റുവേഷനും സീനും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒറിജിനലി നമുക്കത് വന്നു പോകുന്നു. കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല. അരിങ്ങോട്ടൊരു വിദ്യ അറിയാവുന്ന ആളാണ്. കള്ളനും ആനയും മയക്കുന്ന അതിൻ്റെ ഡയലോഗിൽ പറയുന്നുണ്ട്. ആ കഥാപാത്രം ഉള്ളിൽ ഹരിഹരൻ സാർ ചെയ്യുന്നത്, നമ്മൾ ചെല്ലുമ്പോഴേ സ്ക്രിപ്റ്റ് വായിക്കാൻ പറയും. പ്രൊഡക്ഷൻ കൺട്രോളർ വരെ, അവരുടെ MD ഹരിഹരൻ ടീമിൻ്റെ പടം ഏതെടുത്താലും പ്രൊഡക്ഷൻ കൺട്രോളർ വരെ വായിക്കണം സ്ക്രിപ്റ്റ് ആദ്യം. സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ പൊസിഷൻ പടത്തിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള ധാരണ അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെ ഓരോ സീനായിട്ട് ചെയ്തു പോകുമ്പോൾ നമ്മുടെ കഥാപാത്രം എന്താണെന്ന് പോലും ആലോചിക്കാനൊക്കെയില്ല. അദ്ദേഹം നമ്മളെ ക്യാരക്ടർ നമ്മുടെ ബ്ലഡിലേക്ക് ചെവിയിലൂടെ ഊതി ഹരൻ സാറൻ കയറ്റും. പിന്നെ ഷോട്ട് തുടങ്ങിയാൽ എന്തെങ്കിലും അപാകത കണ്ടേ മാത്രമേ വന്ന് ഡിസ്റ്റർബ് പറയുള്ളൂ. അല്ലെങ്കിൽ MD അദ്ദേഹം ചെയ്തത് ഈ ഷോട്ട്, ഇത് ഞാൻ പോയി എന്നെ ഇരുത്തുമല്ലോ, ഞാൻ കാലിങ്ങനെ കയറ്റി വെച്ച് കഴിയുമ്പോൾ ആ സമയത്ത് ജോണി കൊണ്ട് ഇളനീര് തരും. ഇളനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി പറയും, അരിങ്ങോട്ടരെ കള്ളക്കോല് വെക്കരുതെന്ന് പറയും. അപ്പോൾ ആരോമലെ പഠിപ്പ് തികയാത്തതിൻ്റെ കുറവെന്നുള്ള ഡയലോഗ് തിരിച്ച് പറയും. ഈ തേങ്ങാവെള്ളം കുടിച്ച് ദേഷ്യപ്പെട്ട് എടുത്ത് പുറമോട്ടം കയറിയും കുടിക്കാതെ ആ സമയത്ത് എൻ്റെ തോളിൽ ആരോ തട്ടുന്നത് കണ്ടു. അത് ഞങ്ങൾ ഡ്യൂപ്പൊന്നുമല്ല, ഞാനും സുരേഷ് ഗോപിയും ഒരു 10 അടി ഹൈറ്റുള്ള ഗോഡ കെട്ടി ഇങ്ങനെ പാലം കെട്ടി അതേക്കൂടെ ഓടി വന്ന് വെട്ടിയതാണ് ഇപ്പോൾ കാണിച്ചത്. എയറിൽ നിന്നല്ലോ ഹരൻ സാർ ഫ്രീസ് ചെയ്ത് ജനങ്ങൾ മനസ്സിലാവട്ടെ ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്, ഡ്യൂപ്പൊന്നുമല്ല, ഒറിജിനൽ ഷോട്ടാണ്. അതൊക്കെ നല്ല റിസ്ക് എടുത്ത് ചെയ്ത ഷോട്ടുകളാണ്. ഇനി ജീവിതത്തിൽ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ആ സമയത്ത് ഹരിഹരൻ താങ്കളെ ഒരുപാട് പരിലാളിച്ചു. ഇതൊക്കെ ഇടയ്ക്ക് സ്മരിക്കാറുണ്ടല്ലേ? സൂക്ഷ്മമായിട്ട് ഒരിക്കലും മറക്കാനൊക്കത്തല്ലോ ഇത്. പ്രത്യേകിച്ച് ഹരൻ സാർ MD അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഒരു ടെൻഷൻ തരത്തില്ല നമുക്ക്. കഥാപാത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ സാർ വന്ന് വെൽ ഡൺ എന്ന് പറയും, കൊള്ളാം എന്ന് പറഞ്ഞാൽ സാറ് ഷോട്ട് എടുത്ത് മാറുമെന്ന്. ഒരിക്കലും ഉപദ്രവിക്കില്ല. എന്തെങ്കിലും കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ ചെവിയിലോട്ടെന്ന് പറയും. ഒരാൾ അറിയില്ല സാറ് പറയുന്നത്. ഹരിഹരൻ സാറിൻ്റെ മഹത്വം അതാ. അറിയില്ല സംവിധാനം നടക്കുന്നു എന്ന്. അവിടെ ചെവിയിൽ പറയാനുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കും. നന്നായിട്ട് ചെയ്താൽ ഗുഡ്, വെൽ ഡൺ അപ്പം തന്നെ പറയും. അപ്രീസിയേഷൻ ഉടനെ ഉണ്ട് നമുക്ക്. ശരിയായില്ലെങ്കിലും 1 more എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഇച്ചിരി ഹൈ കളറണോ അല്ലെ കുറച്ച് താക്കണം എന്താണെന്നുള്ളത് നമ്മളും തീരുമാനം എടുക്കും ആ സമയത്ത്. അങ്ങനെ അഭിനയത്തിൻ്റെ തീക്ഷ്ണമായ ഒരുപാട് തലങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ശ്രീ ക്യാപ്റ്റൻ രാജുവിനെ ഒരു കണക്കിന് മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. അങ്ങനെയും പറയാം, അത് സത്യമാണ്.
എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? താങ്കളുടെ പരാജയമാണോ, സിനിമ വ്യവസായത്തിൻ്റെ പരാജയമാണോ, സിനിമാ നിർമ്മാതാക്കൾക്ക് താങ്കളോടുള്ള താല്പര്യക്കുറവാണോ? അതിലാദ്യം ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുന്നു. എൻ്റെ ബേസിക് നേച്ചർ ഈ ഫീൽഡിൽ നമ്മൾ പിടിച്ചെന്ന് പോകണേ വല്ലപ്പോഴും എല്ലാവരുമായിട്ട് ബന്ധം വെക്കണം. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവർ, നല്ല മിടുക്കന്മാരായിട്ട് വരുന്ന സ്ക്രിപ്റ്റ് എഴുതുന്നവർ, അവരുടെ ഹൃദയത്തിൽ നമ്മൾ കയറിയെങ്കിൽ മാത്രമേ നല്ല കഥാപാത്രങ്ങൾ അവർ ചിന്തിക്കുകയുള്ളൂ. ഈ വേഷം ക്യാപ്റ്റന് കറക്റ്റായിട്ട് ഒത്തു നിൽക്കുന്നു എന്നുള്ള ആപ്റ്റാണെന്നുള്ള ചിന്ത അന്നേരമേ വരുള്ളൂ. ഞാൻ ബേസിക്കലി അങ്ങനെ ഒരു ഗ്യാപ്പിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അറിയാതെ അറിഞ്ഞു എൻ്റെ നേച്ചറിൻ്റെ ഒരു ഘടകമാണ്. ആരെയും ഞാൻ കുറ്റം പറയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് തമ്പുരാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, നിനക്കിനി എനിക്കൊരു ഉദ്ദേശശുദ്ധിയുണ്ട്, നിന്നെ കൊണ്ട് ഈ വരും കാലങ്ങളിൽ ഇപ്പോൾ എനിക്ക് 60 years പ്ലസ് ആയി കഴിഞ്ഞു, 60 മേളിൽ കയറിയല്ലോ, ഇനിയുള്ള കാലങ്ങളിൽ 70 വരെയുള്ള പീരീഡ് ആയിരിക്കും നിനക്ക് ബെസ്റ്റ് ഓഫ് ടൈം എന്നും തരാൻ പോകുന്നത്. ഇപ്പം ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ താങ്കളുടെ കൈ ഞാൻ നോക്കിത്തരാം. ആയിക്കോട്ടെ. ഓക്കെ, താങ്കൾ വേറൊരു ട്രാക്കിലേക്ക് വരികയാണ്. ഞാനായിട്ട് വന്നതല്ലത്. ഇത് സംഭവിച്ചത് അന്ന് ഏറ്റവും കൂടുതൽ വില്ലൻ ഇമേജ് കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഈ റോൾ ചെയ്താലേ അത് ഇഷ്ടമാവുമെന്ന് സത്യനന്ദിക്കാരനും അറിയാം, ശ്രീനിവാസനും അറിയാം. ട്രാക്ക് മാറി. ശ്രീനിവാസനും സത്യനും വിചാരിച്ചു ഒരുപക്ഷെ ഈ ക്രൗര്യം നിറഞ്ഞ വില്ലൻ്റെ മനസ്സിൽ നേരത്തെ മേനയൊക്കെ പറഞ്ഞതുപോലെ എവിടെയോ ചില കാര്യങ്ങളുണ്ട്, അത് നടനിലേക്ക് പറിച്ചു കടാൻ എളുപ്പമാണെന്ന് അവർക്ക് മനസ്സിലായി. ശരിയായിരിക്കാം. താങ്കൾക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഇച്ഛാപകം വന്നു, അതായത് ഒരു വലിയൊരു വില്ലൻ്റെ ആ ഒരു ക്രൗരതലത്തിൽ നിന്ന് ഒരു അല്പം കോമഡി ലൈനിലേക്ക് മാറുമ്പോൾ. ഒരു കൊമേഡിയനായുള്ള ക്യാരക്ടറാണല്ലോ, പൊട്ടത്തരം ചെയ്യുന്ന, ഇങ്ങനെ അതായത് ഒന്നും അറിയത്തില്ല, മാർഷൽ ആർട്സ് ഒന്നും അറിയില്ല, പെട്ടിക്കകത്ത് കൊണ്ട് നടക്കുന്നത് എന്തുവാ, ബോഫേഴ്സ് ഗണ്ണാണെന്നൊക്കെ പറഞ്ഞ് ഈ പൊട്ടത്തരം കാണിക്കണമെങ്കിൽ നല്ല ഇമേജുള്ള പരുക്കറിന് വില്ലൻ ഇമേജുള്ള വ്യക്തി ചെയ്താൽ കൂടുതൽ എറിക്കുമെന്നുള്ളത് ബുദ്ധിമാനായ സത്യനന്ദിക്കാരനും ശ്രീനിക്കും അറിയാം. അതുകൊണ്ട് ശ്രീനി വരട്ടെ. എന്നാൽ അല്ല, നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ക്യാപ്റ്റൻ രാജു അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ബോംബെയിൽ നിന്ന് വരുന്ന പ്രൊഫഷണൽ കില്ലർ. അപ്പോൾ തിലകൻ ചേട്ടനാണ് ഈ പ്രൊഫഷണൽ കില്ലറെ ബോംബെയിൽ നിന്ന് വരുത്തുന്നത്. തിലകൻ ചേട്ടൻ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ പേര് പവനായി. ശരിക്കുള്ള പേര് PV നാരായണൻ എന്നാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ കില്ലർക്ക് നാരായണൻ എന്ന് പറയുന്ന പേര് അത്ര യോജിക്കില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പവനായി എന്നിട്ടതാണ്. ശ്രീനിവാസനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയാണത്. ഇത് കൂടാതെ താങ്കൾ വീണ്ടും തമാശയുടെ റോളിലേക്ക് വീണ്ടും വന്നു. ഇത് നമ്മളായിട്ട് വരുന്നതല്ല ബ്രിട്ടാസേ. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ദൈവവിശ്വാസത്തിൽ പറയുന്നതല്ല, ഈശ്വരൻ കളിക്കുന്ന കളിയാണ്. ഞാനായിട്ട് ഇതിന് പ്രവർത്തിച്ചില്ല. എൻ്റെ ഒരു ഇമേജ് മാറ്റിയെടുക്കണമെന്ന് കോമഡി തരണമെന്ന് പറഞ്ഞാൽ ആരെയും വിളിക്കാനും പോയിട്ടില്ല. മഹത്വം പറയുന്നത് വിളിക്കുന്ന തെറ്റാണെന്നും പറയുന്നില്ല. പക്ഷെ ഞാനായിട്ടൊന്നും ചെയ്തില്ല. ശ്രീനിയുടെ ബ്രെയിനിൽ ദൈവം തോന്നിച്ചു ഈ വേഷം ക്യാപ്റ്റൻ രാജു ചേട്ടൻ സത്യനന്ദിക്കാടും കൂടെ തോന്നിയോണ്ടല്ലേ എനിക്കത് കിട്ടിയത്. താങ്കളുടെ ശിഷ്യൻ താങ്കൾക്ക് വേറൊരു വേഷം തന്നു. ഇത് നടന്നത് പറയട്ടെ എങ്ങനെയാണ്. ഇത് ഓൺ ദ സ്പോട്ട് മോഡിഫിക്കേഷനാണ്. ഈ ദിലീപിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്ടറും ഇവരെല്ലാം ഒന്ന് ഉദയനസിബിയൊക്കെ എപ്പോഴും അടുത്തുണ്ടാവും. ഓൺ ദ സ്പോട്ടുള്ള മോഡിഫിക്കേഷൻ. ഈ ചാണകം ചവിട്ടുമ്പോൾ ആ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന സീൻ വരുമ്പോൾ ദിലീപ് അവിടെ നിന്ന് പറഞ്ഞു എവിടെയെങ്കിലും ചാണകം കിടപ്പുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഈ പിള്ളേരോട്, ആർട്ടിലെ പിള്ളേരോട്. അവരിവിടുന്ന് എരുത്തിലിൻ്റെ അടുത്ത് പോയി ഇവിടുന്ന് വാരിക്കൊണ്ടിട്ടു. അടുത്ത് അപ്പോൾ ജോണി പറഞ്ഞു, അവരപ്പോഴത്തേക്ക് സംസാരിച്ച് കഴിഞ്ഞു. കഴിച്ചാൽ ഇറങ്ങുമ്പോൾ ഒരു കാല് ചവിട്ടണ്ട, മേളിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് മാറ്റി വെച്ചാട്ടെ, മറ്റേ കാലെടുത്ത് നോക്കുമ്പോൾ ഇത് ചവിട്ടി ചാണകം കുളമാക്കാൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് മോഡിഫൈ ചെയ്താണ് ഈ ദിലീപ് പടങ്ങളിലെ എല്ലാ കോമഡിയും വരുന്നത്. താങ്കൾ പവനായി എന്നുള്ള സംഭവം മറന്നിട്ടേ ഇല്ല. ഒരിക്കലും മറക്കാൻ ഒക്കത്തുമില്ല. അത് താങ്കളുടെ പേരിനോട് ചാർത്തി തന്നു ആൾക്കാർ. എന്നെ ക്യാപ്റ്റൻ രാജു എന്നല്ല ഈ ഇനോഗ്രേഷനൊക്കെ പോയി ക്രൗഡിൽ ഇറങ്ങുമല്ലോ, ആരും രാജു ഏട്ടാന്നല്ല വിളിക്കുന്നത്, പവനായി എന്നുള്ളത്. പിന്നെ തിലകം പറഞ്ഞ ഡയലോഗും അങ്ങനെ പവനായി ശവമായി ആ ഡയലോഗും കാണാം. ഒരുപാട് ആഗ്രഹിച്ച് താങ്കൾ എടുത്തൊരു സിനിമയാണത് പവനായി. കറക്റ്റ്. 99.99 കറക്റ്റ്. ഇറങ്ങിയില്ല. പടം ഇറങ്ങി. പടം 3-4 മാസം മുമ്പേ പടം റെഡിയായി, ഹാർഡ് ഡിസ്ക് റെഡിയാണ്. പ്രൊഡ്യൂസർ വരാതെ ഒരുവിധമായ റിലീസ് കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ അവകാശമില്ല. ഒരു റീസൺ അതാണ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ ഇനി റിലീസ് ചെയ്യട്ടെ, ഞാൻ അതിനകത്ത് ആവശ്യമുള്ള ഒന്നും പറയാനോ കുറ്റപ്പെടുത്താനോ ഒന്നിനും ഞാനുണ്ടാവില്ല. താങ്കളുടെ ആദ്യത്തെ സംവിധാനമാണ് വിക്രമൊക്കെ ഉണ്ട് ആ സിനിമയിൽ. വിക്രമാണ് ഹീറോ, യങ് ഹീറോ. തൃപ്തനായിരുന്നോ? ഞാൻ തൃപ്തനായിരുന്നു 100%. ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായിട്ടുള്ള തൃപ്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നില്ല പടം. പക്ഷേ അത് അവാർഡിനൊക്കെ ഡൽഹി പോയി കണ്ടവരെല്ലാം ഇറങ്ങി വന്ന് നല്ല ഉദ്ദേശശുദ്ധിയോടെ എടുത്തൊരു സബ്ജക്റ്റാണ്. എങ്ങനെ ഇത് എടുക്കാനുള്ള ഒരു മനക്കരുത്തുണ്ടായി എന്ന് വരെ ചോദിച്ചവരുണ്ട്. ശ്രീകോവിലിനകത്ത് ചാടിക്കയറി എൻ്റെ കഥ പള്ളിയിലച്ഛനാണ്. ഞാൻ തളർന്നു വീണ് കിടക്കുന്ന ആ പൂജാരിയെ തോളിലിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്നു ആ പടം.
എൻ്റെ അമ്മയുടെ ഒരു ചിന്താഗതിയൊക്കെ, അമ്മയാണ് ഈ അല്പം നന്മയൊക്കെ കയറ്റിവിട്ടിരിക്കുന്നത്. ഏതൊരു ആചാര്യനും ഏത് മതത്തിൻ്റെ ആരാധനാലയമാണെങ്കിലും കയറാനും പ്രാർത്ഥിക്കാനുള്ള ഒരു അവകാശം അങ്ങനെ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യരായി നിങ്ങൾ നിഷേധിക്കരുത്, നമ്മൾ നിഷേധിക്കരുത്. ദേവാലയങ്ങൾ ഓപ്പണായിട്ടിടണം. ആ സിനിമയ്ക്ക് പിന്നെ എന്താ സംഭവിച്ചത്? ഒരുപക്ഷെ ആ സിനിമ താങ്കൾ വിചാരിച്ച രീതിയിൽ അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്തില്ല. അത് ഈ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ബ്രിട്ടാസ്. ഒരു പടം വിജയിപ്പിക്കണം, അതിൻ്റെ മാർക്കറ്റിങ് പല വിധത്തിലാണ്. കറക്റ്റ്. പാക്കേജിങ്, മാർക്കറ്റിങ്. ഇന്ന് ഞാൻ കാണുന്നത് എന്തെങ്കിലും നന്മ നടക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് അതിനിടെ പാരകൾ വന്ന് അതിന് നാശം ഉണ്ടാക്കുന്ന പരിപാടികൾ ചെയ്യാനുള്ളവരാണ് കൂടുതൽ ആൾക്കാർ. ഈ സിനിമയിൽ ഒരുപാട് പാരകളുണ്ടല്ലേ? എൻ്റെ കാഴ്ച ഒത്തിരി പേരുണ്ട്. വളരെ ജഡ്ജ് ചെയ്യാൻ പ്രയാസമാണ്, പക്ഷേ കൂടെ നടക്കും, എല്ലാ പാരകളും ചെയ്യും. ഒരുപാട് പാരകൾക്ക് താങ്കൾ ഇരയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഇടയ്ക്ക് താങ്കൾ ഈ അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നില്ല? ഞാൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി. എന്തിന്? ഇടയ്ക്ക് ഒരു സംഘടനകളൊക്കെ ആയിട്ട് അത്ര വലിയ പൊരുത്ത്. തിലകൻ ആരായാലും വളരെ മോശമായി സംസാരിച്ചതിനെ വിയോജിച്ച് സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഏത് നടനും എത്ര വലിയ മെഗാ സൂപ്പർ എന്തുകൊണ്ടാണെന്നാലും ശരി, താഴ്മയും മര്യാദയും വേണമെന്നും സ്നേഹവും വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഒരു കലാകാരനുമായിട്ട് താങ്കൾ തുറന്ന പോരിട്ടിറങ്ങി. തുറന്നു പോലും ഞാൻ അങ്ങനെയുള്ള പടം വേണ്ടാന്ന് വെച്ച് പോകുന്നല്ലോ. 50,000 രൂപ എനിക്ക് അഡ്വാൻസ് അയച്ചത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത് അയച്ചല്ലോ. വന്നു കയറുന്ന ലക്ഷ്മി ദേവി ആരും പറഞ്ഞു വിടുമോ? എനിക്ക് വേണ്ട. തിലകനോട് പിന്നെ ഒരു പടം ഞാൻ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇടയ്ക്ക് ക്യാപ്റ്റന് ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചല്ലേ? സംഭവിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഒന്ന് അമ്പരന്നോ? അത് അമ്പരന്നെന്നുള്ളതല്ല, എൻ്റെ താളം ഒന്ന് തെറ്റിച്ചു. ജീവിത താളം ഉണ്ടല്ലോ. ഭയങ്കര ആരോഗ്യത്തോടിരുന്ന വ്യക്തിയാണ് ഞാൻ. മിലിറ്ററിയിൽ നിന്ന് വന്നതല്ലേ. ഇന്നും എനിക്ക് അത്യാവശ്യം ബല കുറവൊന്നുമില്ല. ആക്സിഡൻറ്റ് കാര്യമായി ശരീരത്തെ പിടിച്ചുലച്ചു. എന്നെ പിടിച്ചു വിളിക്കുന്നത് ബ്രെയിനിനകത്തൊരു ചെറിയ ഡാമേജ് വന്നു. എൻ്റെ ആക്സിഡൻറ്റ് എനിക്ക് മൾട്ടിപ്പിൾ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇത് നടന്നത് കുതിരാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃശ്ശൂർ മണ്ണുത്തി കയറ്റം കയറുന്നു കുതിരാൻ. അത് രാത്രി 2 മണി, ഏർലി മോർണിംഗ് 2 മണിക്കായി സംഭവിക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയി. എത്ര കാലം കിടന്നു? ഞാൻ ആദ്യം ഒരു 1.5 മാസത്തോളം തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് കിംസിൽ കിടന്നു. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം എനിക്ക് ആ ബ്രെയിനിനകത്തെ ഒരു ഡാമേജാണ് ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അത് ഈ രുചിക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? രുചിക്കൊക്കെ എക്സാജറേറ്റ് എല്ലാം. ഈ ചെറിയ മധുരം ഇട്ടാൽ ഒത്തിരി മധുരം ഉണ്ടെന്ന് തോന്നും. ചെറിയ തണുപ്പ് കഴിച്ചാൽ ഭയങ്കര ഐസ് തിന്നുന്ന മാതിരി തണുപ്പാണ്. ചെറിയ ചൂടത്തിരുന്ന ഇപ്പം ദേശീയല്ലേ സ്റ്റുഡിയോ. അതെ. ഞാൻ ഇടത്തുവശം ഈ ഇത്രയും പകുതി കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ലെഫ്റ്റ്. എൻ്റെ ഇടത്തെ കാലം ഞാനായതുകൊണ്ട് പിടിച്ച് നിൽക്കുന്ന അനുഭവം ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി ഒരു വശം ചൂടും ഒരു വശം തണുപ്പുമാണ്. ഈ ഇടത്ത് വശം മൊത്തം ഭയങ്കര ചൂടാണ്, കത്തി എരിയാണ്. ഇത് നോർമൽ ടെമ്പറേച്ചർ, ഇവിടുത്തെ ടെമ്പറേച്ചർ. ചെറിയ തണുപ്പും സുഖം തോന്നുന്നുണ്ട്, ചെറിയ ചൂടുമുണ്ട്. അപ്പോൾ ഇത് താങ്കളുടെ നിത്യജീവിതത്തെ വല്ലാതെ പിടിച്ചെടുക്കുന്നുണ്ടാവില്ല. ഇപ്പം നടക്കുമ്പോൾ ഇടത്ത് കാല് നമുക്ക് പച്ചയിറച്ചി കുത്തുന്നു എന്നങ്ങ് തോന്നിക്കുക. ഇടത്ത് കാലിനൊരു കുഴപ്പമില്ല, തോന്നിക്കുന്ന സ്ഥലത്ത് രക്തം ചെന്നാൽ മതി, ഇവിടെ ബ്രെയിനകത്ത്. അതാ പ്രശ്നം, അത്രയേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് ഞാൻ ബ്രിട്ടാസേ, എൻ്റെ ഈ പല്ല് ലാസ്റ്റ് ടൂത്ത് വരെ ഞാൻ പോരാടും. സറണ്ടർ ചെയ്യുന്ന പ്രശ്നമേ ജീവിതത്തിലില്ല. ഞാൻ ഇപ്പോൾ ഒരു തമിഴ് പടത്തിന് പോയി കുതിരയെല്ലാം ഓടിച്ചു. അവിടെ ഉള്ളവർ ഓടിക്കുന്നതിന് ഫാസ്റ്റായിട്ട് ഞാൻ ഓടിച്ചു. താങ്കളുടെ ഈ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ സ്വാഭാവികമായിട്ടും അഹങ്കരിച്ച് പറയില്ല. ഇപ്പം ഞാൻ പോകുന്നല്ലോ, ഇസ്രായേലിനൊക്കെ പോകുന്നുണ്ട്. സെയിൻറ്റ് പോള് ഷൗലായിരുന്നു ആദ്യം. ആ ഷൗല് പണ്ട് കുതിരപ്പുറത്ത് കയറും. ഞാനിപ്പോഴും അവിടെ ജർമ്മനിയിൽ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അവിടെ പോയി ഞാൻ കുതിരപ്പുറത്ത് കയറും. ഒന്നും വിട്ടുകൊടുക്കരുത്. ജീവിതത്തെ അതിൻ്റെതായ ആർജവത്തോടെ നിശ്ചയദാർഢ്യത്തോടെയും ഫേസ് പോരാടും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ തീർത്ത് അഡമൻ്റായിട്ട് പറയും. ഇനിയുള്ള കാര്യം എനിക്ക് സോഷ്യൽ ആക്ടിവിറ്റി കമ്മിറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ജനസേവയുടെ അംബാസഡറാണ്. ഈ വർഷത്തെ ജനസേവാ ശിശുഭവൻ്റെ. അതെ. എവിടെയൊക്കെ എനിക്ക് നന്മയോ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഷെയ്ഖ് പരീസ് സാർ എന്നെ എറണാകുളം ജില്ലയുടെ അംബാസഡർ, ആൻറ്റി ടൊബാക്കോ, ആൻറ്റി ലിക്കർ, ഈ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോകാൻ പാടില്ല, ഇതുങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത് രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ കൗമാരപ്രായത്തിലാണോ തെറ്റായ മാർഗത്തിൽ പോകുന്നത്, അത് തടയാൻ എന്തൊക്കെ ചെയ്യാം അതിനെല്ലാം ഞാൻ ഇറങ്ങും, വിട്ടുകൊടുക്കുകയല്ല. ഈ ഒരു സംഭാഷണം എനിക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നില്ല. എന്ന കാരണം വെച്ചാൽ ഒരുപാട് അനുഭവങ്ങളും അതുപോലെ തന്നെ നിരവധി മുഹൂർത്തങ്ങളും അഭിമുഖീകരിച്ച് ജീവിതത്തെ നന്നായി പരിപോഷിപ്പിച്ചൊരു വ്യക്തിയാണ് മുമ്പിരിക്കുന്നത്. എങ്കിലും സമയം എല്ലാവർക്കും ബാധകമാണെന്നുള്ളത് കൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് മറ്റൊരിക്കൽ വീണ്ടും ഇതുപോലെ വന്നിരിക്കാനുള്ള ഒരവസരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പിരിയുന്നതെന്ന് മാത്രം പറയുന്നു. ഈ അഭിമുഖം അവസാനിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനമുണ്ട്, 4 വരി പാടിക്കൊണ്ട് അവസാനിപ്പിക്കും. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ
ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ.